നമ്മൾ ആദ്യത്തിൽ മര്യാദയ്ക്ക് വളരെ മാന്യമായി അടിച്ചൊരു ന്യൂസായിരുന്നു. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും യങ് ഇന്ത്യൻ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയിട്ട് നാഷണൽ ഹെറാൾഡ് പുനരുജ്ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് വാർത്ത കൊടുത്തു. ഞങ്ങൾ ഈ വാർത്ത അടിച്ച ശേഷം എല്ലാ പത്രങ്ങളും ഇത് അടിച്ചു. പിറ്റേ ദിവസം PTIയും ക്യാരി ചെയ്തു. പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ഓഫീസ് വിടുന്ന സമയത്ത് വെറുതെ നോക്കിയപ്പം അന്ന് ഞാൻ സോണിയാഗാന്ധി ഒഴികെ ഇൻക്ലൂഡിങ് രാഹുൽ എല്ലാവർക്കും മോത്തിലാൽ വോറയൊക്കെ സംസാരിച്ചു. എല്ലാവരും സംസാരിച്ചിട്ടും രാഹുലിന് ഇമെയിൽ അയച്ചു. രാഹുൽ മറുപടി അയച്ചില്ല. പിറ്റേ ദിവസം വൈകുന്നേരം രാത്രി ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മെയിൽ നോക്കിയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ റിപ്ലൈ എനിക്ക്. അതൊരു ചീത്ത പറഞ്ഞിട്ടുള്ള റിപ്ലൈ ആയിരുന്നു. ഒരു ഷൂട്ടിംഗ് ഓഫ് എ ലെറ്റർ വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ മൈ റിപ്ലൈ യു ഗോ ഹെഡ് വിത്ത് ദ സ്റ്റോറി വാട്ട് കൈൻഡ് ഓഫ് ജേർണലിസം ഈസ് ദിസ്. അവർ പേഴ്സൺ ഞങ്ങളെല്ലാം അറിയാമായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഉപയോഗിച്ചാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞു നോ വി ആർ നോട്ട് relaunching newspaper or nothing. Rest of the question read my articles of association. നമ്മൾ പിറ്റേ ദിവസം വാർത്ത അടിച്ചു. നമ്മുടെ ആദ്യം കൊടുത്ത വാർത്ത തെറ്റായിരുന്നു. രാഹുൽ ഗാന്ധി പറയുന്നു ഇതൊന്നും പുനരുജ്ജീവിക്കാനല്ല തുടങ്ങിയിരിക്കുന്നത്. യങ് ഇന്ത്യന്റെ ഇത് ആർട്ടിക്കിൾസ് അസോസിയേഷൻ വായിച്ച് മനസ്സിലായി. ഇവിടെയാണ് സുബ്രഹ്മണ്യ സ്വാമി കയറി പിടിച്ചത്. സ്വാമി പറഞ്ഞതെന്ന് പറഞ്ഞാൽ കാണിക്കുന്ന ഇല്ലീഗാലിറ്റിയാണ്. ന്യൂസ് പേപ്പർ കമ്പനി ഏറ്റെടുത്തിട്ട് യു കനോട്ട് ഡിക്ലെയർ ഐ ആം നോട്ട് റീലോഞ്ചിങ് ന്യൂസ് പേപ്പർ. ഒരു സിമെന്റ് കമ്പനി ഏറ്റെടുത്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല എന്ന് പറയുന്നത് അവിടെ വെച്ച് നമ്മൾ പിന്നെ അതിനകത്ത് അന്ന് നമ്മൾ ആദ്യത്തെ ദിവസം അടിച്ചൊരു സാധനം ഉണ്ടായിരുന്നു. അതാണ് എല്ലാവർക്കും പ്രശ്നമായത്. യങ് ഇന്ത്യൻ പറയുന്നത് നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ പബ്ലിഷറായ AJL ലിമിറ്റഡ്, അത് പബ്ലിക് ലിമിറ്റഡ് നെഹ്റു തുടങ്ങിയ അവർക്ക് 90 കോടി അവരുടെ കടം തീർക്കാനായിട്ട് കോൺഗ്രസ് പാർട്ടി 90 കോടി കൊടുത്തു. ആ 90 കോടിക്ക് ഞങ്ങൾ 50 ലക്ഷം രൂപ വാല്യൂ ഇട്ട് എടുക്കുന്നു. അതെങ്ങനെയാ ശ്രീലയ നടക്കുന്നത്? ഞാൻ നിങ്ങൾ എനിക്ക് 1000 രൂപ തരാറുണ്ട്. ആ കടം നമ്മുടെ ക്യാമറാമാൻ ജസ്റ്റിൻ പറയുന്നു 50 രൂപയ്ക്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ എല്ലാരും ചോദിച്ചത് എന്താ? അന്ന് ചന്ദ്രൻ മിത്രനോട് ചോദിക്കായിരുന്നു നിനക്ക് വട്ടുണ്ട് ഇതെന്താ എഴുതി? ഞാൻ പറഞ്ഞു ഇതാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്, അവരുടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് നമ്മൾ അതുപോലെ ഹൗ ആർ ക്യൂറിയസ്ലി അവിടുന്നാണ് അത് വീണുപോയത്. പിന്നീട് അങ്ങോട്ട് ഇപ്പം ഇൻകം ടാക്സ് റെയ്ഡും ഒക്കെ കഴിഞ്ഞത് നടക്കുക കേസ്. സുപ്രീം കോടതിയുടെ ലാസ്റ്റ് ഘടകം സ്വാമിയുടെ ഞാൻ സാക്ഷിയാണ്. അതിനകത്ത് കോടതിയിൽ സ്വാമി എനിക്കായി ചെയ്യുമ്പോൾ കോടതി പറഞ്ഞു ഞാൻ ഡിപ്പോസിറ്റ് ചെയ്തേ പറ്റൂ. അപ്പം എനിക്ക് വേണമെങ്കിൽ പേടിച്ചിട്ട് മാറാം. പക്ഷെ അതൊരു അന്തസ്സ്. ഞാൻ തന്നെ എഴുതിയ സ്ഥാനത്ത് ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യണം. അപ്പൊ അതിനകത്ത് ഞാൻ രാഹുൽ ഗാന്ധിക്ക് എൻ്റെ അടുത്തുള്ളൊരു ദേഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഫുൾ ഇമെയിൽ പ്രൊഡ്യൂസ്. അപ്പൊ അതിനകത്ത് പുള്ളിയുടെ പേഴ്സണൽ ടോക്കും ഉണ്ട്. അതുകൊണ്ടാണ് അത് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റിലും പറയുന്നുണ്ട്, കപിൽ സിബൽ പറയുന്നുണ്ട്. അത് ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യം രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. അപ്പൊ സ്വാമിയുടെ തമാശയൊക്കെ ഉണ്ട് അതിനകത്ത്. അത് ലോങ് കേസ്, പൊളിറ്റിക്കലി സെൻസിറ്റീവ് കേസാണ്. പക്ഷെ അത് ഇങ്ങോട്ട് ഇട്ടുതന്ന് വാർത്തയാക്കിയതല്ലേ രാഹുൽ ഗാന്ധിയുടെ ഒരു വിവരക്കേട് കൊണ്ട്. അതെ, കറക്റ്റ് പറഞ്ഞ വിവരക്കേട് കൊണ്ട് പറ്റിപ്പോയൊരു സാധനമാണ്. ഉണ്ടായിരുന്നെങ്കിൽ ആരും അത്ര ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. ശ്രദ്ധിക്കില്ല. അതെ.